ഹായ്. വർക്ക് കഴിഞ്ഞ് പേഴ്സണൽ ലൈഫിലേക്കുള്ള ട്രാൻസിഷൻ എൻ്റെ കണ്ണും മനസ്സും നിറഞ്ഞു കാണണം എന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ ഈ ഇടയ്ക്ക് ഷട്ട് ഡൗൺ ചെയ്ത് ലാപ്ടോപ്പ് എടുത്ത് വെക്കാറുണ്ട്. ഒപ്പം ടേബിള് കൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു മനസ്സുഖമുണ്ടല്ലോ. ആഹാ, മാസാവസാനം സാലറി കയറിയ മെസ്സേജ് കാണുമ്പോൾ ഉള്ള ആശ്വാസമില്ലേ, അതിന് തുല്യ. ട്രസ്റ്റ് മീ, ഇത് ഞാൻ റീസെൻ്റായി ചെയ്തു തുടങ്ങിയ ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഇനി നമ്മുടെ സ്ക്രീനിൽ നോക്കി അടിച്ചു പോവാറായ കണ്ണിന് കുറച്ചു നേരം പുറം ലോകം കാണിച്ചു കൊടുത്ത് എൻ്റെ ഉണങ്ങിപ്പോയ ചെടികൾക്ക് എങ്ങനെയെങ്കിലും ജീവൻ വരും എന്ന പ്രതീക്ഷയോടെ വെള്ളം ഒഴിച്ച് വെറുതെ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് കുറച്ചു നേരം അങ്ങനെ അങ്ങ് ഇരിക്കും. പക്ഷെ ഇരിക്കല്ല കേട്ടോ, നിൽക്കാം. ഇത് നമ്മുടെ വർക്ക് സ്ട്രെസ്സിനെയൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കും. അത് കഴിഞ്ഞ് ഒന്ന് മുള്ളാൻ പോവും എന്നിട്ട്. കാരണം യൂട്ടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നോണ്ടേ. ഇനി നമ്മുടെ അടുത്ത അങ്കത്തട്ടിലേക്ക് കിടക്കാം. രാത്രി വല്ലതും ഞണ്ണണ്ടേ. മീൽ പ്രെപ്പ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് ഒന്ന് തട്ടിക്കൂട്ടും. എന്നിട്ട് ഡിന്നർ അങ്ങോട്ട് കഴിക്കും. ഇപ്പൊ നേരത്തെ കഴിക്കണ ഒരു ശീലം ഇല്ലത്തുണ്ടേ. ഫുഡ് കഴിച്ച ഉടനെ കുളിക്കരുത് എന്ന് പഴമക്കാർ പറയുന്നതിൽ ഒരു സയന്റിഫിക് റീസൺ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആരെയും മുഷിപ്പിക്കാതെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ കുളിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുക. കിടക്കാൻ നേരത്തെ ചൂടുവെള്ളത്തിൽ ഒരു കുളി. ആഹാ, സത്യമായിട്ടും ഈ അടുത്താണ് ഞാൻ ചൂടുവെള്ളക്കുളി സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇതെന്നെ പെട്ടെന്ന് ഉറക്കുന്നുണ്ട്. പിന്നെ രാത്രി കുളിച്ചില്ലെങ്കിൽ രാവിലെ ജിമ്മിന് പോണ മുന്നേ എനിക്ക് കുളിക്കാൻ തോന്നും. ജിമ്മ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എന്തായാലും കുളിക്കും. ശിവ ശിവ, എന്തിനാ വെറുതെ. അതുകൊണ്ട് രാത്രി കുളിച്ച് അങ്ങോട്ട് സുഖമായിട്ട് അങ്ങ് ഉറങ്ങും. അപ്പൊ നിങ്ങളും പോയി കുളിച്ചുറങ്ങാൻ നോക്കാം. ബൈ.